സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ 78ാം വാർഷികാഘോഷം രാജ്യമെങ്ങും കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി സ്വരം സംഗീത വിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗാനാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമ്മളും ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ വേളയിൽ പിഫാസോയും അതിൻ്റെ ഭാഗമാക്കാവുകയാണ്. രാഘവട്ട, നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ആ ഏടുകളെ കുറിച്ചൊന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തത. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇന്ന് അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒന്നാണ്. കാരണം അക്രമരഹിതമായ സമരത്തിലൂടെയാണ് ഭാരതം സ്വാതന്ത്ര്യം നേടിയെടുത്തത്. എല്ലാ അക്രമങ്ങളെയും അതിക്രമങ്ങളെയും ക്രൂരതകളെയും സഹനം കൊണ്ട് ത്യാഗം കൊണ്ട് നേരിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങൾ പിന്തുടർന്ന് ഗാന്ധിജിയുടെ ആശയങ്ങൾ പിന്തുടർന്നുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. ഗോവിന്ദ മാഷ് അത്തരം കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും. ആഫ്രിക്കയിലെ ഒരുപാട് രാഷ്ട്രങ്ങൾ അതിനുശേഷം സ്വാതന്ത്ര്യം നേടിയത് ഗാന്ധിജി കാട്ടിത്തന്ന അഹിംസ എന്ന സമര സിദ്ധാന്തത്തിലൂടെയായിരുന്നു. ഒരുപാട് രാഷ്ട്രങ്ങൾ, ദക്ഷിണ കൊറിയ, നെൽസൺ മണ്ടേലയെ പോലുള്ള നേതാക്കൾ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആരാധകരായി ഗാന്ധിസം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ പറ്റാത്തതാണ് ഈ രക്തരഹിത അഹിംസാ സിദ്ധാന്തത്തിലൂടെ ഒരു രാഷ്ട്രത്തെ കെട്ടുകെട്ടിച്ച് ഒരു അടിമത്തത്തിലുണ്ടായിരുന്ന ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഗാന്ധിജിയും പണ്ഡിറ്റ് നെഹ്റുവും അടക്കമുള്ള ധീരദേശാഭിമാനികൾ പൊരുതിയതിൻ്റെ ഫലമായിട്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. അത്രയും ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കീഴടക്കിക്കൊണ്ട് മുന്നേറിയ ആ സാമ്രാജ്യത്തെയാണ് സമാധാനത്തിന്റെയും ത്യാഗത്തിന്റെയും മാർഗത്തിലൂടെ ഗാന്ധിയൻ ആശയങ്ങളിലൂടെ നമ്മൾ തുരത്തിക്കൊണ്ട് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. 78ാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ 7-8 വർഷമായി പ്രവർത്തിക്കുന്ന പിഫാസോ സ്വരം പാട്ടുകൂട്ടായ്മയിലെ എല്ലാ ഗായകരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദേശഭക്തി ഗാനം, ഒരു ഗാനാഞ്ജലിയായി സമർപ്പിക്കുന്ന ഒരു സുദിനമാണ് ഇന്ന്. അതിൽ 8ഓളം കുട്ടികളും അതേപോലെ അനേകം മുതിർന്നവരും പങ്കെടുത്തുകൊണ്ട് അത് വൻ വിജയമാക്കി തീർത്തിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ സുരേഷിനും പറയാനുണ്ടോ ഈ സ്വരത്തിനെ കുറിച്ച്? സുരേഷ് പറയും. സ്വരം സംഗീത വിദ്യാലയം എന്ന് പറയുന്ന ആശയം നമ്മുടെ സംഗീതത്തെ കൂടുതൽ ഉയർത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ സംഗീത വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഗാനാഞ്ജലി സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വരത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സംഗീതം മാത്രമല്ല ചിത്രകല, ഡാൻസ് തുടങ്ങിയുള്ള മറ്റ് കലാപരിപാടികളൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തിയ നമ്മുടെ ധീരദേശാഭിമാനികൾ, എന്നാൽ അത് ഇന്നത്തെ പുതിയ തലമുറ അതിനെ വിസ്മരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. നമ്മൾ ഈ കൊച്ചുകുട്ടികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി ഈ ഗാനാഞ്ജലി സമർപ്പിക്കുമ്പോൾ അവർക്ക് കൂടി ഒരു ദേശസ്നേഹവും ദേശീയ ബോധവും അവരിലുണ്ടാക്കാൻ വേണ്ടി ഇതൊരുപാട് സഹായിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. സ്വരം സംഗീത വിദ്യാലയം ഒരുക്കിയ ഈ ഗാനാഞ്ജലി ഈ വരുന്ന സ്വാതന്ത്ര്യ ദിനത്തിൽ ഓഗസ്റ്റ് 15-ന് ഈ രാഷ്ട്രത്തിന് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദേശീയ ബോധമുള്ള മുഴുവൻ ജനങ്ങളും ഞങ്ങൾക്ക് പിന്തുണ നൽകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
ഉടലിൽ സസ്യശ്യാമള ശാശ്വല കോമള കഞ്ചുകവും കരുത്തിനാനാ നദികൾ ചാർത്തിയ പൊന്മണിമാലകളും കാണുക കാണുക ജന്മഭൂമി കോമളമേനി ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം നാനാഭാഷകളമൃതം പൊഴിയും നാവും പുഞ്ചിരിയും നാനാഭാഷകളമൃതം പൊഴിയും നാവും പുഞ്ചിരിയും വീരപുരാതന സംസ്കാരത്തിൽ പേരോടും മണ്ണും പാരിൽ ശാന്തി വളർത്തും വ്യക്തിയും അമ്മ തന്നേട്ടം നമ്മ